ഞാനിവിടെ വന്നപ്പോൾ എനിക്ക് നിങ്ങളുടെ പ്രിൻസിപ്പള് എനിക്കൊരു ഷെയ്ക്ക് ഹാൻഡ് തന്നു. ആ ഒറ്റ ഷെയ്ക്ക് ഹാൻഡിൽ ഞാനൊരു 10-15 വർഷം പുറകോട്ട് പോയി. പുറകോട്ട് പോയത് എൻ്റെ ഫസ്റ്റ് ഇയർ ഗ്രാഫിക്സ് എന്ന് പറഞ്ഞ സബ്ജക്റ്റ് ഉണ്ടല്ലോ, അതിൻ്റെ എക്സാമിനാണ്. എക്സാമിൻ്റെ തലേദിവസം. ആ തലേദിവസം രാത്രി ഞാൻ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ പെൻസിൽ ഷാർപ്പൻ ചെയ്യുന്നു. അതായത് വെറുതെ കൈവച്ചിട്ട് ഇതെങ്ങനെ മനോഹരമായിട്ട് ചെറിയ ലൈൻ, തിക്ക് ലൈൻ വരയ്ക്കാം, ഇത് മാത്രമാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. കാര്യം ഓൾറെഡി ഞാൻ 2 ടെക്സ്റ്റ് ബുക്ക് കംപ്ലീറ്റ് ആയിട്ട് അരച്ച് കലക്കി കുടിച്ചിട്ടിരിക്കുകയാണ്. ഇനി എനിക്ക് പിറ്റേ ദിവസം കൈക്കുഴകൾ കൊണ്ട് വിസ്മയം സൃഷ്ടിക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. പക്ഷേ പരീക്ഷയ്ക്ക് മാർക്ക് വന്നപ്പോൾ ഞാൻ ജസ്റ്റ് പാസ്. കാര്യം പ്രഷർ കാരണം ഞാൻ ആ പേപ്പറിൽ അത്തപ്പൂക്കളമാണോ വരച്ചെന്നാണ് എനിക്ക് ഡൗട്ട്. വീണ്ടും പ്രിൻസിപ്പളിൻ്റെ ഹാൻഡ് ഷേക്ക് എന്നെ ഓർമ്മിപ്പിച്ചത് എൻ്റെ ഫൈനൽ ഇയർ സെമസ്റ്ററാണ്. ഫൈനൽ ഇയറിൽ ഈ സെമിനാർ പ്രസൻറ്റേഷൻ ഉണ്ടാവും. അപ്പോൾ പ്രിൻസിപ്പളാണ് റിവ്യൂ കമ്മിറ്റി. അപ്പം ആരാണ് ഫസ്റ്റ് സെമിനാർ പ്രസൻറ്റ് ചെയ്യുന്നത്? റോക്കി ബായുടെ കൂട്ട് ഞാൻ കൈ ഉയർത്തി. വീണ്ടും കാര്യം ഞാൻ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുക. എൻ്റെ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ കൊച്ചു കുട്ടികൾക്ക് പോലും അറിയാം. അപ്പോൾ പക്ഷേ എന്താ സംഭവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രസൻറ്റേഷൻ കഴിഞ്ഞു, പ്രിൻസിപ്പൾ പറഞ്ഞു റിപ്പീറ്റ് ചെയ്തോ, ഏറ്റവും ലാസ്റ്റ് ഇനിയും പ്രസൻറ്റ് ചെയ്താൽ മതിയെന്ന്. ഈ പ്രഷർ കാരണം എല്ലാം കുളവാക്കുന്ന ശീലമാണ് ഞാൻ. അങ്ങനെ പ്രഷർ എങ്ങനെ കുറയ്ക്കാം? ഒരു സമയത്ത് ഞാൻ ചിന്തിച്ചു, വോളിയത്തിൽ സംസാരിച്ചാൽ പ്രഷർ കുറയുമായിരിക്കുമെന്ന്. കാര്യം നമ്മൾ സയൻസിൽ പഠിച്ചിട്ടുണ്ടല്ലോ, വോളിയം കൂടിക്കഴിഞ്ഞാൽ പ്രഷർ കുറയുമെന്ന്. പക്ഷേ പിന്നെ ഞാൻ മനസ്സിലായി, ആ വോളിയം വേറെ, ഈ വോളിയം വേറെ, ആ പ്രഷർ വേറെ, ഈ പ്രഷർ വേറെ. ഓക്കെ. പക്ഷേ എൻ്റെ ലൈഫിൽ ഏറ്റവും പ്രഷർ വന്നൊരു സിറ്റുവേഷൻ, കഴിഞ്ഞ ഓണത്തിൻ്റെ തലേ ദിവസം രാത്രി എനിക്കൊരു കോള് വരിക. ഞാൻ മാവേലിയാണ്, ഫസ്റ്റ് നിങ്ങളുടെ വീട്ടിലായിരിക്കും വരുന്നത്. വിളിച്ചത് രാജാവാണ്. അത്രയും പവർഫുള്ളായിട്ടുള്ളൊരു സിംഹാസനത്തിൽ ഇരുന്ന ആളെ വീട്ടിലേക്ക് പെട്ടെന്ന് വന്നു കയറിയാൽ ഞാൻ എവിടെ കൊണ്ട് ഇയാൾ ഇരുത്തും? അങ്ങനെ ഞാൻ രാത്രി മൊത്തം ഇരുന്ന് ആലോചിച്ചു. അപ്പോൾ ആലോചിച്ച് ഞാൻ കാട് കയറി ചിന്തിച്ചു പോയി. ലോകത്ത് ഏറ്റവും അധികം ആളുകളുടെ ജീവൻ രക്ഷിച്ച ഇൻവെൻഷനുകൾ ഏതാണെന്ന് ഒരു തോട്ടിലേക്ക് പോയി. അത് നമ്മുടെ സീവേജ് സിസ്റ്റവും അതിൻ്റെ യൂസർ ഇൻ്റർഫേസ് ആയിട്ട് നമ്മൾ എല്ലാ ദിവസവും ഇരുന്നുപയോഗിക്കുന്ന ടോയ്ലറ്റാണ്. ഇതാണ് നമ്മുടെ മോഡേൺ ഹെൽത്ത് സിസ്റ്റത്തിൻ്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. ഈ നമ്മൾ ഹിസ്റ്ററിയിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന കാര്യം, ഈ സൂക്ഷ്മജീവികൾ ഉണ്ടാക്കിയ ഇൻഫെക്ഷൻസിന് മുന്നിൽ സാമ്രാജ്യങ്ങൾ മുട്ടുകുത്തിയിട്ടുണ്ട്. അപ്പോൾ രാജാവിൻ്റെ സിംഹാസനത്തിനേക്കാളും പവർഫുൾ അല്ലേ നമ്മളെല്ലാ ദിവസവും ഇരിക്കുന്ന ടോയ്ലറ്റ്? ഇത് കേട്ട് മാവേലി ഫ്ലാറ്റ്. അപ്പം മാവേലി എന്നിൽ ഇംപ്രസ്ഡ് ആയിട്ട് പുള്ളി എന്നോട് ചോദിക്കുക, മാവേലിക്കൊരു എമ്പുരാനാവണം. അതായത് മറ്റേ സെറ്റപ്പില്ലേ, മോർ ദാൻ എ കിങ് ലെസ് ദാൻ എ ഗോഡ്. ഇപ്പം മാവേലി ഭരിച്ചിരുന്ന കാലത്തായിരുന്നെങ്കിൽ ഇപ്പോൾ ആൻറ്റിബയോട്ടിക്സും വാക്സിനേഷനും ഒക്കെ കൊടുത്ത് എത്ര ജീവൻ രക്ഷിക്കായിരുന്നു. എന്തിന്? സോപ്പ് ഉപയോഗിച്ച് ആളുകൾക്ക് കൈ കഴുകി ജീവൻ രക്ഷിക്കായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെ പറ്റത്തില്ലല്ലോ. കാര്യം എല്ലാവർക്കും അറിയാം, ഇതൊക്കെ എല്ലാവരും എടുക്കുന്ന കാര്യങ്ങളാണ്. അപ്പം എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് എൻ്റെ മനസ്സിൽ ഒരു വാക്ക് വരുന്നത്, ആൻറ്റിബയോട്ടിക് സാക്ഷരത. അതെന്ത് സാക്ഷരത? ആൻറ്റിബയോട്ടിക് സാക്ഷരത. അതായത് ആളുകളെ എഡ്യൂക്കേറ്റ് ചെയ്യപ്പെടണം, എങ്ങനെയാണ് ആൻറ്റിബയോട്ടിക്സ് ശരിയായിട്ട് ഉപയോഗിക്കേണ്ടതെന്ന്. ഈ വൈറസ് ഉണ്ടാക്കുന്ന വൈറൽ ഫീവർ വരുമ്പോൾ നമ്മൾ സ്വയം ആൻറ്റിബയോട്ടിക്സ് എടുത്ത് കഴിക്കുമ്പോൾ തൊട്ടടുത്തിരിക്കുന്ന അച്ഛനോ അമ്മയോ തുമ്മുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതായത് ആൻറ്റിബയോട്ടിക്സിന് ഒരിക്കലും വൈറസിനെ നശിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ വൈറൽ ഫീവറിന് നമ്മൾ ആൻറ്റിബയോട്ടിക്സ് കഴിച്ചു കഴിഞ്ഞാൽ ആകെ സംഭവിക്കുന്ന വയറ്റിലെ നമ്മുടെ കൂട്ടുകാരായിട്ടുള്ള ബാക്ടീരിയ മരിച്ചു പോകും. അവർ നല്ല ബാക്ടീരിയകളാണ്, നല്ല സ്വഭാവമുള്ള ആൾക്കാരാണ്, അതുകൊണ്ട് അവരൊരിക്കലും ചീത്ത വിളിക്കില്ല. പക്ഷെ അവർ അച്ഛനെ അമ്മയെ സ്മരിക്കും. അതാണ് അവർ തുമ്മിയത്. അപ്പോൾ ഇത്തരത്തിലുള്ള ആൻറ്റിബയോട്ടിക്സിൻ്റെ പല തരത്തിലുള്ള ദുരുപയോഗം ഈ രോഗാണുക്കളെ ആൻറ്റിബയോട്ടിക്സിനെ എങ്ങനെയാണ് പ്രതിരോധിക്കേണ്ടതെന്ന് പഠിപ്പിച്ചു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആൻറ്റിബയോട്ടിക്സുകൾ പ്രവർത്തനരഹിതമായി വരാനുള്ള സാധ്യതയുണ്ട്. അതായത് നമ്മളിപ്പം ചെറിയൊരു ഇൻഫെക്ഷൻ നമ്മൾ ആൻറ്റിബയോട്ടിക്സ് എടുക്കുമ്പോൾ അത് വർക്കാവില്ല, അങ്ങനെ ആളുകൾ മരിക്കും. ഇത് വലിയ പ്രശ്നമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2030 ആകുമ്പോഴേക്കും 2.4 കോടി ആളുകളാണ് അതിദാരിദ്ര്യത്തിലേക്ക് തള്ളിയിടുന്നത്. ഇതുമൂലം വരുന്ന 25 വർഷം കൊണ്ട് 4 കോടിയിലധികം ആളുകളുടെ
ജീവനാണ് നഷ്ടപ്പെടുന്നത്. മാവേലിക്ക് മനസ്സിലായി ഇത് തന്നെ. എന്തായാലും എല്ലാ വീട്ടിലും പോകുന്നതല്ലേ, എല്ലായിടത്തും നിന്ന് സദ്യ ഉണ്ടെന്നല്ലേ, ആൾക്കാരെ ബോധവൽക്കരണം നടത്തി കഴിഞ്ഞാൽ അത്ര ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റും. അപ്പം ഞാൻ 2 ആൾക്കാരെയാണ് അസൈൻ ചെയ്തിരിക്കുന്നത്, ഒന്ന് മാവേലിയും ഒന്ന് ക്രിസ്മസ് അപ്പൂപ്പനും. കാര്യം ഇവരെല്ലാവരും എല്ലാ വീട്ടിലും പോകുന്നതാണല്ലോ. അപ്പോൾ സയൻസ് കമ്മ്യൂണിക്കേഷൻ അങ്ങനെ ഒരു പവറുണ്ട്, അതായത് ഭയങ്കരമായിട്ട് ആളുകളിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാനുള്ളൊരു പവറുണ്ട്. മാവേലിയും ക്രിസ്മസ് അപ്പൂപ്പനും നല്ലൊരു സയൻസ് കമ്മ്യൂണിക്കേറ്ററായി വരാനുള്ള ആശംസിച്ചുകൊണ്ട് ഞാൻ നിങ്ങളെ എൻ്റെ കുട്ടിക്കാലത്തേക്ക് ക്ഷണിക്കുകയാണ്. വരില്ലേ? അപ്പോൾ ഞാൻ 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് എൻ്റെ ക്ലാസ്സിലെ ഒരു കൂട്ടുകാരൻ നീലത്തിമിംഗലത്തിനെ കുറിച്ച് പറയുന്നത് കേൾക്കുന്നത്. അപ്പം ഞാൻ ഉടനെ അച്ഛനോട് ചെന്ന് ചോദിച്ചു, എന്താണ് അച്ഛാ നീലത്തിമിംഗലം? അച്ഛൻ ഉടനെ എന്നെ കൊണ്ടൊരു 5 കോടി വർഷം പുറകിലേക്ക് ടൈം ട്രാവൽ ചെയ്ത് പോയി. എന്നിട്ട് ഞങ്ങൾ ആ 5 കോടി വർഷം പുറകിലുള്ള സമയത്തെ കടലിലെല്ലാം മുങ്ങിത്തപ്പി, പക്ഷെ ഒറ്റ തിമിംഗലത്തെ പോലും ഞങ്ങൾക്ക് കാണാൻ സാധിച്ചില്ല. അങ്ങനെ ഞങ്ങൾ കരയിൽ നിരാശരായിട്ടിരിക്കുമ്പോൾ ദൂരെ ഒരു കിളിയും കിളിയുടെ കൂടെ ഒരു ഡോഗിൻ്റെ അത്ര വലിപ്പമുള്ളൊരു ജീവിയും. ഉടനെ അച്ഛൻ എന്നോട് പറഞ്ഞു, മോനെ ഭാവിയിൽ 96 എന്ന് പറയുന്നൊരു സിനിമ വരും, അതിനകത്ത് റാമിനും ജാനുവിനും ഒരിക്കലും ജീവിതത്തിൽ ഒന്നിക്കാൻ കഴിയില്ല. അപ്പം അവരുടെ പ്രണയത്തിനെ ഒരു തിമിംഗലത്തിൻ്റെയും ഒരു കിളിയുടെയും പ്രണയമായിട്ട് ഭൂമിക്കുന്നുണ്ട്. തിമിംഗലം വെള്ളത്തിലും കിളി വെള്ളത്തിന് പുറത്തുമാണല്ലോ. അപ്പം ഞാൻ തിമിംഗലം കരയിലായിരുന്നെങ്കിൽ. അപ്പോൾ ഉടനെ അച്ഛൻ പറഞ്ഞു, മോനെ അന്ന് ആ തിമിംഗലത്തിൻ്റെ പൂർവികനാണ് 5 കോടി വർഷം മുമ്പ് ഈ ജീവിയായിട്ട് ഇരിക്കുന്നത്. അപ്പം അതായത് 5 കോടി വർഷം മുമ്പുള്ള ആ തിമിംഗലത്തിൻ്റെ പൂർവികൻ കരയിൽ ജീവിച്ചിരുന്ന ഈ ചെറിയ ജീവിയായിരുന്നു. അപ്പോൾ ആ തിമിംഗലത്തിൻ്റെ പൂർവികനും കിളിയുടെ പൂർവികനും ഒന്നിക്കുന്ന മനോഹരമായ ദൃശ്യമാണ്. ട്രൂ ലവിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ നിമിഷം കൈയടിക്കാതെ കടന്നു പോകാൻ കഴിയില്ല. ഓക്കെ, കൈയടിച്ചാലേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ, കൂടെ നിൽക്കില്ലേടേ. ഓക്കെ, പിന്നീട് ഞങ്ങൾ തിമിംഗലത്തിനെ കാണാനായിട്ട് മുന്നോട്ട് ടൈം ട്രാവൽ ചെയ്ത് പോയി. അപ്പം ചെന്ന് വീണത് വീണ്ടും കടലിലാണ്. അപ്പം ദൂരെ ടൈറ്റാനിക് മുങ്ങിക്കൊണ്ടിരിക്കുക. തൊട്ടടുത്ത് ഒരു മരത്തടി കൊണ്ടുള്ള പലകയിൽ ലൈഫ് ജാക്കറ്റൊക്കെ ധരിച്ച് റോസ്, വെള്ളത്തിൽ ജാക്ക്. അപ്പോൾ വേണമെങ്കിൽ ജാക്കിനോട് ആ തടി കയറാനുള്ള കഷ്ടിച്ചുള്ള സ്പേസ് ഉണ്ട്, പക്ഷെ 2 പേര് കയറിയാൽ മുങ്ങും. അപ്പോൾ അച്ഛനുടനെ റോസിനോട് പറഞ്ഞു, ലൈഫ് ജാക്കറ്റ് എന്തായാലും ഇപ്പോൾ ഉപയോഗിക്കുന്നില്ലല്ലോ, തടിയുടെ മേളിൽ കിടക്കല്ലേ, സേഫ് അല്ലേ, ആ ലൈഫ് ജാക്കറ്റ് ഊരി വെള്ളത്തിനടിയിലൂടെ ആ മരപ്പലകയ്ക്ക് കുറുകെ കെട്ടാൻ. അപ്പോൾ ഉടനെ പാതി ബോധമുള്ള ജാക്കി എഴുന്നേറ്റ് പറയുക, ജാക്കി പെട്ടെന്ന് ബോധത്തിൽ നിന്ന് വന്നിട്ട് പറയാണ്, റോസേ ഒരുപക്ഷെ നിനക്ക് ഈ ജാക്കേട്ടനെ നഷ്ടപ്പെടാം, പക്ഷേ ഈ ലൈഫ് ജാക്കറ്റിലൊരു ജാക്ക് ഉണ്ട്, ലൈഫ് ജാക്കറ്റിലെ ആ ജാക്ക്, അതിനെ നീ നഷ്ടപ്പെടുത്തരുതെന്ന്. പക്ഷേ ജാക്ക് അത് കേട്ടില്ല, റോസ് അത് കേട്ടില്ല. റോസ് എന്ത് ചെയ്തെന്ന് പറഞ്ഞതുപോലെ ലൈഫ് ജാക്കറ്റ് ഊരി വെള്ളത്തിനടിയിലൂടെ ആ പലയ്ക്ക് കുറുകെ കെട്ടി. അങ്ങനെ വന്നപ്പോൾ ബോയൻസി ഫോഴ്സ് എന്ന് പറഞ്ഞ ഫോഴ്സ് കൂടി, അതായത് പാർഷ്യലി ഓർ ഫുള്ളി മുങ്ങിക്കിടക്കുന്ന ഒരു വസ്തുവിനെ ഓപ്പോസിറ്റ് ആയിട്ട് ലിക്വിഡ് പ്രയോഗിക്കുന്ന ബലമാണ് ബോയൻസി കൂടിയപ്പോൾ എന്ത് പറ്റി, 2 പേര് കയറിയാലും മുങ്ങാത്തൊരവസ്ഥ വന്നു. അപ്പം ഞങ്ങളിങ്ങനെ സന്തോഷിച്ച് നിൽക്കുന്ന സമയത്ത് ഒട്ടനെ അമ്മ ഫോണിൽ വിളിയോട്ട് വിളി, നിങ്ങൾ എവിടെ മനുഷ്യ ചെക്കനെ കൊണ്ടുപോയത്, വീട്ടിലെ ദിനോസറിന് വാക്സിൻ എടുക്കാൻ മൃഗാശുപത്രിയിൽ ഇന്നല്ലേ പോകേണ്ടത്. അങ്ങനെ ഞങ്ങൾ തിമിംഗലത്തിനെ കാണാതെ തിരിച്ച് വീട്ടിലേക്ക് പോയി. ഇങ്ങനെയൊക്കെ നടന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിക്കുകയാണ്. പക്ഷെ റിയൽ ലൈഫിൽ തിമിംഗലത്തിനെ കുറിച്ച് 3-4 ചോദ്യം ചോദിച്ചപ്പോഴേക്കും അച്ഛൻ എന്നോട് ചൂടാവുകയാണ് ചെയ്തത്. പലപ്പോഴും കുട്ടികളുടെ ക്യൂരിയോസിറ്റി നിറഞ്ഞ ചോദ്യങ്ങളെ മുതിർന്നവർ പരിഗണിക്കാറില്ല. കുട്ടിയല്ലേ, നിനക്ക് എന്തറിയാന്നുള്ളൊരു പുച്ഛഭാവമാണ്. ശരിക്കും ആരാണ് കുട്ടികൾ? കുട്ടികൾ ഞാൻ പറയുന്നു സയൻറ്റിസ്റ്റുകളെ പോലെയാണ്. ഒരു 2 വയസ്സുള്ള കുട്ടിയെ നിങ്ങൾ നിരീക്ഷിക്കുക. ആ കുട്ടിയുടെ ഒരു പന്ത് കിട്ടി. പന്ത് ആദ്യം ക്യൂരിയോസിറ്റിയോടുകൂടി ആ കുട്ടി ഒബ്സർവ് ചെയ്യും. അതിനുശേഷം ചില അനുമാനങ്ങളിലൊക്കെ എത്തിച്ചേരും ആ കുട്ടി. എന്നിട്ട് അടുത്ത് നമ്മൾ നോക്കും, പന്തെടുത്ത് വെച്ച് കടിക്കുക, അല്ലെ പന്തെടുത്ത് എറിയുക. അത് ശരിക്കും പന്ത് വെച്ച് പരീക്ഷണം നടത്തുക. ഈ പന്ത് എറിയുമ്പോൾ പന്ത് തെറിച്ച് ദൂരെ പോയാൽ കുട്ടി ഉടനെ കരഞ്ഞുകൊണ്ട് അമ്മയെ വിളിച്ചൊരു അമ്മയെ പന്ത് പോയെന്ന്. അത് ശരിക്കും പരീക്ഷണത്തിൽ നിന്ന് കണ്ടെത്തിയ വിവരം റിപ്പോർട്ട് ചെയ്യല. ഇത് തന്നെയാണ് സയൻറ്റിസ്റ്റുകൾ ചെയ്യുന്നത്. ശരിക്കും സയൻറ്റിസ്റ്റുകൾ വലിയ കുട്ടികളാണ്. ശരിക്കും കുട്ടികളുടെ ക്യൂരിയോസിറ്റി എൻഗേജ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ പേരൻസിന് പറ്റുന്നൊരു പ്രശ്നം. ഇപ്പോൾ ഞാൻ അച്ഛനോട് തിമിംഗലത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ തിമിംഗലത്തിനെ കൊണ്ടുപോയി കാണിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ട്രിവാൻഡ്രം സൂയിൽ പോയി ഹിപ്പോപ്പൊട്ടാമസിനെ കാണിച്ചു തന്നിട്ട് പറയാം, മോനെ തിമിംഗലത്തിൻ്റെ ഏറ്റവും അടുത്ത റിലേറ്റീവാണിത്. അന്നേരം നമ്മുടെ മസ്തിഷ്കത്തിൽ ഉണ്ടാകുന്ന വിസ്ഫോടനം എൻറ്റയർലി അത് പ്രൈസ്ലെസ് ആയിരിക്കും.
ഇനി ഫൈനൽ പാർട്ടിലേക്ക് ഞാൻ കടക്കുകയാണ്. ഒരു പഠിപ്പിച്ചിൻ്റെ കൺഫെഷൻ. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ടെക്സ്റ്റ് ബുക്കിലെ എല്ലാ പേജും ഞാൻ അരച്ച് കലക്കി കുടിച്ചു പഠിക്കും. അങ്ങനെ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ കുറേ കാലം കഴിഞ്ഞാണ് മനസ്സിലായത്, ഈ അടുത്താണ് മനസ്സിലാക്കിയത്, ഒരു പേജ് ഞാൻ മിസ്സാക്കി. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പേജ്. എല്ലാ ടെക്സ്റ്റ് ബുക്കിൻ്റെ തുടക്കത്തിൽ വിദ്യാഭ്യാസ ഡയറക്ടർ കുട്ടികൾക്കൊരു കത്തെഴുതും. ഈ ടെക്സ്റ്റ് ബുക്കിലൂടെ കുട്ടിയെ പഠിക്കുന്നതിലൂടെ എന്താണ് പ്രാപ്തമാകേണ്ടത്, അതൊഴിച്ച് ബാക്കിയെല്ലാം പഠിച്ചിട്ടുണ്ട്. സബാഷ്. അപ്പം അന്നത്തെ കാലത്തെ എൻ്റെ ഒരു യഥാർത്ഥ എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസത്തിൻ്റെ ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതാൻ പറ്റുന്ന ഒരു പോയിന്റിനെയാണ്. പക്ഷേ വൈകി വന്ന വിവേകം യഥാർത്ഥ വിദ്യാഭ്യാസത്തിൻ്റെ ബെഞ്ച് മാർക്കായി ഇപ്പം ഞാൻ കരുതുന്നത് ശരിയായ ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റുന്ന പോയിന്റിലാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ എൻ്റെ ഒരു ചോദ്യം, നമ്മൾ എന്തിനാണ്, ഇപ്പം ഞാനൊരു സയൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ സയൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാൻ കണ്ടെത്തിയ കാര്യങ്ങളൊന്നുമല്ല. മറ്റ് പലയിടത്തും നമുക്ക് കിട്ടിയ വിവരങ്ങളെ സോർട്ട് ചെയ്ത് ഞാൻ പ്രസൻറ്റ് ചെയ്യുന്നുള്ളൂ. കമ്മ്യൂണിക്കേറ്റർ മാത്രമാണ്. പക്ഷേ സയൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒബ്വിയസ്ലി നമുക്കിതിനകത്ത് ഞാൻ പെരിയ അറിവാളിയാണെന്ന് ചിന്തിക്കും. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ സെലക്ട് ചെയ്ത് ഇതെല്ലാം ചിന്തിച്ചെടുത്ത് സോർട്ട് ചെയ്ത് ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എന്തിനാണ് ഈ ഭാഷയും സാഹിത്യമൊക്കെ പഠിക്കുന്നത്? 10ാം ക്ലാസ്സിൽ എനിക്ക് 9 A+ 1 A വരുന്നു. എൻ്റെ ഫുൾ A+ നഷ്ടപ്പെടുത്തിയത് മലയാളം സെക്കൻഡ് ആണെന്ന് അന്നത്തെ കാലത്ത് ഞാൻ അഭിമാനത്തോടെ പറഞ്ഞത് ആലോചിച്ച് ഇപ്പം ഞാൻ ലജ്ജിക്കുന്നു, സീരിയസ്ലി. കാര്യം അന്നത്തെ കാലത്ത് മാത്സിലെ കട്ടിയുള്ളൊരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നതാണ് അതിനെയാണ് ഇൻ്റലിജൻസ് ആയിട്ട് ഞാൻ കരുതിയത്. പക്ഷെ ഇൻ്റലിജൻസിന് വേറെ കുറേ തലങ്ങളുണ്ട്. നമ്മൾ മറ്റൊരാളുടെ മാനസികാവസ്ഥ മനസ്സിലാക്കുക എന്ന് പറയുന്ന ഒരു ഇൻ്റലിജൻസ് ആണ്. ഇപ്പോൾ സ്കൂളിൽ നെയ്പായസം എന്ന് പറയുന്ന ഒരു കഥ നമ്മൾ പഠിക്കുന്നുണ്ട്. അതായത് ഒരു അമ്മ മരിക്കുന്ന സന്ദർഭമാണ്. ആ കഥ നമ്മൾ ചെറിയ ക്ലാസ്സിൽ വായിച്ചിട്ട് വീടെത്തുന്നത് വരെ നമുക്കൊരു ഭാരം അനുഭവപ്പെടും. പക്ഷേ ഇപ്പം എനിക്ക് ആ ഭാരം അതായത് ഞാൻ എൻ്റെ പേഴ്സണൽ സ്പേസിൽ ആ കഥയെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ എനിക്ക് അപ്പോഴും ഭാരം അനുഭവപ്പെടും. അതാണ് സാഹിത്യത്തിൻ്റെ ഒരു പവർ. ഇപ്പം കുറേ വർഷം, ഒരു 5-6 വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ നിർമാല്യം എന്ന് പറയുന്ന സിനിമ കാണുന്നത്. നിർമാല്യം എന്ന് പറഞ്ഞ സിനിമയുടെ ക്ലൈമാക്സിൽ ഒരമ്മ തൻ്റെ കുഞ്ഞുങ്ങളെ പട്ടിണിയിൽ നിന്ന് ഒഴിവാക്കാനായിട്ട് അവർ സെക്സ് വർക്കിൽ ഏർപ്പെടുന്നുണ്ട്. അപ്പോൾ ആ സിനിമ കാണുന്നവരെ അമ്മ എന്ന വാക്കിൻ്റെ വിപരീത പദമായിട്ടാണ് സെക്സ് വർക്കറെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ അവിടെയാണ് വീണ്ടും ആർട്ടിൻ്റെയും സാഹിത്യത്തിൻ്റെയും പവർ. ഈ അമ്മയും സെക്സ് വർക്കറേയും 2 ധ്രുവങ്ങൾ നിർത്തിയ മനസ്സിലെ വലിയൊരു ഭിത്തിയെ ഈ ഭാഷയ്ക്കും സാഹിത്യത്തിന് ഈസിയായിട്ട് പൊളിച്ചു കളയാൻ പറ്റും. അപ്പം നമുക്കറിയാത്ത മനുഷ്യരുടെ മാനസികാവസ്ഥയിലൂടെ കടന്നു ചെല്ലാനായിട്ട് ഈ സാഹിത്യവും ഭാഷയൊക്കെ നമ്മളെ പരുവപ്പെടുത്തുന്നുണ്ട്. ഞാൻ വിശ്വസിക്കുന്നത് ഭൂമിയിൽ ഒരു മനുഷ്യനായി തുടരാൻ നമുക്ക് ഇത് തന്നെയാണ് വേണ്ടത്. അപ്പം ഇത്രയേ ഉള്ളൂ. നന്ദി.